ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഞ്ചാടിയും കൊണ്ട് സുശീലയും ഹർഷയും ഇന്ദ്രനും രവിയും കൂടി അവരുടെ വീട്ടിലേക്ക് ചെല്ലാൻ കേട്ടോ. എന്നിട്ട് സുശീല സ്നേഹം നടിച്ച് മഞ്ചാടിയുടെ മനസ്സ് മാറ്റിയെടുക്കുകയാണ്. അങ്ങനെ മഞ്ചാടി സുശീലയോട് എല്ലാ കാര്യങ്ങളും പറയാട്ടോ. ജീവൻ രാജിന്റെ അച്ഛനും അമ്മയും ഞങ്ങൾക്ക് അഭയം തന്നതായിരുന്നു, പക്ഷേ ദാസാറും എന്റെ ചേച്ചിമാരും കൂടി ഞങ്ങളെ എല്ലാവരെയും കബളിപ്പിക്കുകയാണ് ചെയ്തത്. അച്ഛനും അനുചേച്ചിക്കും അതിൽ പങ്കുണ്ടോ എന്ന് അറിയില്ല. ബാക്കിയുള്ളവർക്കൊക്കെ എങ്ങനെയെങ്കിലും ജീവൻ രാജിനെ അവസാനിപ്പിക്കണമെന്നാണ്. രക്ഷിച്ചതുപോലെ നിങ്ങൾ ജീവൻ രാജിനെയും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം അവരുടെ കയ്യിൽ നിന്നും എന്ന് യാചിച്ചുകൊണ്ട് മഞ്ചാടി സുശീലയുടെ മുന്നിൽ പറയുമ്പോൾ സുശീല പറയാണ്, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട മോളെ, നിന്നെ ഞങ്ങളുടെ മുന്നിൽ എത്തിച്ചത് സാക്ഷാൽ ദൈവം തമ്പുരാനാണ്. നിനക്കും ജീവനും ഒരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ മുന്നിൽ തന്നെ നീ വന്നു പെട്ടത്. പിന്നെ നിന്റെ അച്ഛനും അനുചേച്ചിക്കും ഇതിൽ പങ്കില്ല എന്നൊന്നും നീ വിശ്വസിക്കേണ്ട. ഇതെല്ലാം തീരുമാനിക്കുന്നത് അനുപമയുടെ വീട്ടിൽ വെച്ചാണ്. ആ പാവം ചേക്കനെ തല്ലി ചതച്ചിട്ട് നിന്നെ വേണ്ട എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കും. അവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ നിനക്കും അങ്ങനെ ചെയ്തേ പറ്റൂ. കാരണം അവനെ ജയിലിൽ നിന്നും വിടണമെങ്കിൽ നിന്നെ സിംഗപ്പൂരിൽ എത്തിച്ച ശേഷമാണ് അവർ ഉറപ്പായും ആ ജീവൻ രാജിനെ നിന്നും വിട്ടയക്കാൻ വേണ്ടി പറയുന്നുണ്ടാവുള്ളൂ. മഞ്ചാടി പറയും, ഇല്ല, എന്നെയും ജീവൻ രാജിനെയും ആര് വിചാരിച്ചാലും പിരിക്കാൻ കഴിയില്ല. എന്നെ നിങ്ങളൊന്ന് സഹായിക്കില്ലേ? എന്നെ രക്ഷിച്ചതുപോലെ എങ്ങനെയെങ്കിലും എൻ്റെ ജീവൻ രാജിനെയും നിങ്ങളൊന്ന് രക്ഷിക്കണം, എന്നെ സഹായിക്കില്ലേ എന്ന് സുശീലയോട് യാചിച്ചുകൊണ്ട് മഞ്ചാടി ചോദിക്കുമ്പോൾ സുശീലയ്ക്കും ഹർഷക്കും വീണ് കിട്ടിയ അവസരം മുതലാക്കുക കേട്ടോ. അങ്ങനെ മഞ്ചാടി ഇന്ദ്രനോട് പറയണ, ഇന്ദ്രേട്ട എന്നെ ഒന്ന് സഹായിക്കില്ലേ? ബാക്കിയെല്ലാം മറന്ന് ഇന്ദ്രേട്ട ഞങ്ങളെ ഒന്ന് സഹായിക്കില്ലേ എന്ന് ചോദിക്കാട്ടോ. ഇപ്പോൾ സുശീലാൻറ്റി പറഞ്ഞതുപോലെ ദൈവമായിട്ടാണ് നിങ്ങളെന്നെ എൻ്റെ മുന്നിൽ എത്തിച്ചത് എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ പറയണ, അത് ശരിയാണ് മഞ്ചാടി, കാരണം ഞങ്ങൾ അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ അവർ നിന്നെ എന്തെങ്കിലും ഉപദ്രവിക്കുമായിരുന്നു. അപ്പോൾ ദൈവഭാഗ്യം കൊണ്ട് തന്നെയാണ് നീ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. പക്ഷേ മോളെ മഞ്ചാടി, എനിക്ക് നിന്നോട് പറയാനുള്ളത്, അച്ഛനും വീട്ടുകാരും പറയുന്നത് പോലെ അവരുടെ കൂടെ പോയി ജീവിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിന്റെ ഈ ചെറിയ പ്രായത്തിൽ നിങ്ങൾ രണ്ടുപേരും പഠിക്കേണ്ട പ്രായമാണ്. ഈ സമയത്ത് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ നോക്കണം. എന്നിട്ട് പിന്നീട് വിവാഹത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചാൽ പോരെ. അതാണ് എനിക്ക് പറയാനുള്ള അഭിപ്രായമെന്ന് ഇന്ദ്രൻ പറയട്ടോ. അത് കേൾക്കുമ്പോൾ സുശീലയ്ക്ക് ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും നടക്കില്ലല്ലോ, എന്താണ് ഈ ഇന്ദ്രൻ പറയുന്നത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ സുശീല നോക്കുന്നത്. അപ്പോൾ രവി പറയണേ, ഇന്ദ്രൻ പറയുന്നത് തന്നെയാണ് മോളെ എനിക്കും പറയാനുള്ളത്. നീ നിന്റെ വീട്ടുകാരുടെ കൂടെ പോവണം. എന്നിട്ട് പഠിച്ച് ഒരു നിലയിലെത്തിയ ശേഷം പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാമല്ലോ. പിന്നെ അനന്തം മാഷ് സ്വന്തം മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ് എന്തും ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നീ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം എന്നാണെന്ന് രവി പറയുമ്പോൾ സുശീല പറയണ, ഇതാണോ അനന്തം മാഷ് ചെയ്യുന്ന നല്ല പ്രവൃത്തി? സിനിമാ കഥയിൽ പറയുന്നത് പോലെ ജീവൻ രാജിനെ പോലീസുകാരെ കൊണ്ട് പിടിപ്പിച്ച് അവനെ തല്ലിച്ചതയ്ക്കുന്നതാണോ അനന്തമാഷ് ചെയ്യേണ്ട പ്രവൃത്തി? ദുരഭിമാനത്തിന്റെ പേരിൽ രണ്ടുപേരെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഹർഷ പറയണം, മാത്രമല്ല രവിയേട്ട, ഇവർ രണ്ടുപേരും അമ്പലത്തിൽ വെച്ച് മാലയിട്ടതാണ്, പിന്നെ 2 ദിവസം ഒരുമിച്ച് ജീവിക്കുകയും ചെയ്തതാണ്. പിന്നെ ഇവരെ പിരിക്കുന്നത് ദുരഭിമാനത്തിന്റെ പേരിൽ ഗുണ്ടായിസം തന്നെയല്ലേ? നാളെ ഇത് വല്ല പത്രക്കാരോ ന്യൂസുകാരോ അറിഞ്ഞാൽ അനന്തമാഷിന്റെ അഭിമാനം കാറ്റിൽ പറക്കും എന്ന് പറയുമ്പോൾ സുശീലയാണ്, പറക്കണം ഹർഷേ, അനന്തമാഷ് വലിയ ആദർശം പറഞ്ഞു നടക്കുന്ന ആളല്ലേ, അയാളുടെ യഥാർത്ഥ സ്വഭാവം എല്ലാവരും അറിയണം. സ്വന്തം കുടുംബത്തിന്റെ കാര്യം വന്നപ്പോൾ അയാളുടെ ആദർശവും അഭിമാനവും ഒക്കെ അയാൾ മാറ്റിവെച്ചത് കണ്ടില്ലേ? മഞ്ചാടി പറയണ, അതെ ആന്റി പറഞ്ഞത് ശരിയാണ്. എൻ്റെ വീട്ടുകാർ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ എൻ്റെ വീട്ടുകാരുടെ തനി സ്വഭാവം ഞാൻ തന്നെ മുന്നിട്ടിറങ്ങി എല്ലാവരെയും അറിയിക്കും. അതിന് ആന്റി എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ സുശീല പറയണ, അതിനെന്താ മോളെ, നിന്റെ കൂടെ ഞങ്ങളുണ്ട്. ഈ കാര്യത്തിനൊരു തീരുമാനമാകുന്നത് വരെ ആന്റി നിന്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ രവി പറയണ, അല്ല ഇന്ദ്ര, ഇപ്പോൾ ദാസാറിന്റെ വീട്ടിലുള്ളവരൊക്കെ അറിഞ്ഞാൽ ഉറപ്പായും മഞ്ചാടിയെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ പോലീസുകാരെ അറിയിക്കും. ഇപ്പോൾ മഞ്ചാടിയെ നമ്മൾ രക്ഷിച്ച കാര്യം സ്റ്റേഷനിലെങ്കിലും ഒന്ന് വിളിച്ച് പറയണ്ടേ എന്ന് പറയുമ്പോൾ സുശീല പറയണ, അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. അവരൊക്കെ രാവിലെ വരെ വെപ്രാളം പിടിച്ചുകൊണ്ട് നടക്കട്ടെ മഞ്ചാടിയെ കാണാത്തതിൻ്റെ പേരിൽ. അല്ലാതെ ഇപ്പം ഇവളെ കൊണ്ട് സ്റ്റേഷനിലേക്ക് പോയാലേ അവർ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ വളച്ചൊടിക്കും എന്ന് പറയട്ടോ. അപ്പോൾ ഇന്ദ്രൻ പറയണ, അതല്ല അമ്മ, വീട് വിട്ട് ഇറങ്ങിയ പെൺകുട്ടിയെ കിട്ടിയ കാര്യം സ്റ്റേഷനിൽ വിളിച്ച് പറയേണ്ടതുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ നാളെ അത് കറങ്ങിത്തിരിഞ്ഞ് നമ്മൾക്ക് തന്നെയാണ് പ്രശ്നമുണ്ടാവാൻ പോകുന്നത്. അപ്പോൾ രവി പറയണ, അത് ഇന്ദ്രൻ പറയുന്നത് ശരിയാണ്. അപ്പോൾ മഞ്ചാടി പറയണേ, പേടിക്കേണ്ട ഇന്ദ്രേട്ട, ഞാൻ തന്നെ പോലീസുകാരോട് പറഞ്ഞോളാം. ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയാൻ സമ്മതിക്കാത്തതുകൊണ്ടാണെന്നുള്ളത്. കാരണം ഇപ്പോൾ ആൻറ്റി പറയുന്നത് പോലെ അവർക്ക് എന്നെ അവരുടെ കയ്യിൽ കിട്ടിയാൽ അവരുദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ വളച്ചൊടിക്കും. അങ്ങനെ സംഭവിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ദാസ് അങ്കിളിന്റെ വീട്ടിൽ നിന്നും അത്രയും റിസ്ക് എടുത്ത് ഞാൻ പുറത്ത് ചാടിയത്. എൻ്റെ മരണം കൊണ്ടെങ്കിലും എല്ലാവരോടും പക
തീർക്കണമെന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. നിങ്ങളുടെ മുന്നിൽ എത്തിപ്പെട്ടതുകൊണ്ട് എൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു കിട്ടി. എന്നെ നാളെ രാവിലെ വരെ നിങ്ങൾ സംരക്ഷിച്ചാൽ മതി. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്കറിയാം. പിന്നീട് ദാസാറും വിനയനും ശബരിയും കൂടി മഞ്ചാടിയെ തിരക്കി നടക്കുകയാണ്. ആ സമയത്ത് ദാസാറ് രഘുവിൻ്റെ ഫോണിലേക്ക് വിളിക്കാൻ കേട്ടോ. അപ്പോൾ രഘു നല്ല ഉറക്കത്തിലായിരിക്കും. അങ്ങനെ എന്താ ദാസാറെ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ മഞ്ചാടിയുടെ കാര്യം പറയണ. അത് കേട്ടതോടുകൂടി രഘു പെട്ടെന്നങ്ങ് ഷോക്കാവാണ്. എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ കൂടെ ആരുമില്ലല്ലോ എന്ന് ചോദിക്കാട്ടോ. ഇല്ല, എൻ്റെ കൂടെ ആരുമില്ല. അമ്പിളിയും അനുപമയും ചീരും ഒരു റൂമിലാണ്, ഞാൻ മറ്റൊരു റൂമിലാണെന്ന് പറയട്ടോ. അപ്പോൾ എന്താണ് ഉണ്ടായത് എന്നുള്ള കാര്യമൊക്കെ ദാസാറ് വിശദമായിട്ട് തന്നെ രഘുവിനോട് പറയാണ്. മഞ്ചാടി ആരും കാണാതെ ദയെ റൂമിൽ പൂട്ടിയ ശേഷം അവൾ കടന്നു കളഞ്ഞു. അവൾ തിരക്കി ഇറങ്ങിയതാണെന്ന് പറയട്ടോ. അപ്പോൾ അവൾ എവിടേക്ക് പോയതാണെന്നുള്ളത് ഒരു ഊഹമുണ്ടോ എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ ദാസാറ് പറയാണ് അവൾ മിക്കവാറും ജീവൻ രാജിൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് അവരുടെ കൂടെ പോകാനാണ് സാധ്യത. രഘുവിനോട് വിനയം പറയുന്നുണ്ട്, ഒരു പെൺകുട്ടി കാറിൽ കയറി പോകുന്നത് കണ്ടിട്ടുണ്ട് ചില ആളുകൾ എന്ന് പറയട്ടെ. അപ്പോൾ നിങ്ങൾക്ക് അവരെ കണ്ടുപിടിക്കാൻ കഴിയുമോ എന്ന് രഘു ചോദിക്കുന്ന സമയത്ത് എന്നാൽ സ്റ്റേഷനിലൊന്ന് പറഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോൾ അത് ശരിയാവില്ല എന്ന് ശബരി പറയണ. കാരണം ജീവൻ രാജാണ് മഞ്ചാടിയെ ഒളിപ്പിച്ചത് എന്നാണ് ഞങ്ങൾ സ്റ്റേഷനിൽ കൊടുത്തിട്ടുള്ള പരാതിയിൽ. അപ്പോൾ പിന്നെ ഞങ്ങൾ തന്നെയാണ് മഞ്ചാടിയെ ഒളിപ്പിച്ചത് എന്ന് അറിഞ്ഞാൽ അത് നമുക്ക് തന്നെ പണിയാവും എന്ന് ശബരി പറയണം. എന്തായാലും ഞങ്ങൾ നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും അവളെ എവിടെയുണ്ടെങ്കിലും അവളെ തിരഞ്ഞ് കണ്ടുപിടിച്ചിരിക്കും എന്ന് പറയുമ്പോൾ രഘു പറയണേ, എങ്കിൽ ഞാൻ കൂടി വരട്ടെ, എനിക്ക് ഇനി ഉറക്കം കിട്ടില്ല എന്ന് പറയുമ്പോൾ അത് പറ്റില്ല, നീ അവിടെ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും സംശയമുണ്ടാവും. അതുകൊണ്ട് നീ ടെൻഷനാവാതെ സമാധാനത്തോടെ ഉറങ്ങിക്കോ, ഞങ്ങൾ നിന്നെ ഒന്ന് വിവരം അറിയിച്ചു എന്നേ ഉള്ളൂ എന്നും പറഞ്ഞ് ദാസാറ് ഫോൺ കട്ടാക്കാൻ കേട്ടോ. അത് കേട്ടപ്പോൾ രഘുവിനാണെങ്കിലോ പിന്നെ ഒരു സമാധാനവും ഇല്ലാതെയാണ് ഇരിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് അനുപമയും അമ്പിളിയും മാഷും കൂടി സംസാരിക്കുകയാണ്. അച്ഛൻ ഉറങ്ങിയില്ലേ എന്ന് അനുപമ ചോദിക്കുമ്പോൾ എങ്ങനെ ഉറക്കം കിട്ടാനാണ്, ജീവൻ രാജിനെ കസ്റ്റഡിയിൽ എടുത്തെങ്കിലും കൂടിയിട്ട് മഞ്ചാടി മോള് എവിടെയാണുള്ളത് എന്ന് അവൻ ഇതുവരെയും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അനുപമ പറയണ, അച്ഛൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഇന്ന് ഉറപ്പായും നമ്മുടെ മഞ്ചാടി എവിടെയാണ് ഉള്ളത് എന്ന് വിവരം കിട്ടും. അപ്പോൾ അമ്പിളി പറയണ, രഘുവേട്ടൻ ഇതുവരെയും എണീറ്റില്ലേ, ഈ രഘുവേട്ടൻ ഇങ്ങനെ തന്നെയാണ്. എന്തായാലും ദാസങ്കറിൻ്റെ തീരുമാനം എന്താണെന്നുള്ളത് രഘുവേട്ടൻ ഒന്ന് പോയി ചോദിച്ചോട്ടെ എന്നങ്ങ് പറഞ്ഞതോടുകൂടി അനുപമയും അമ്പിളിയും പെട്ടെന്നങ്ങ് ഞെട്ടാണ് കേട്ടോ. അറിയാതെ അമ്പിളിയുടെ വായിൽ നിന്നും അങ്ങനെ ഒരു വാക്ക് വീണപ്പോൾ മാഷ് ചോദിക്കുകയാണ്, അല്ല എന്താ നിങ്ങൾ പറഞ്ഞത്, ദാസ് എന്ത് തീരുമാനമെടുക്കാനാണ്? അമ്പിളിയും അനുപമയും ഒന്നങ്ങ് പതറുകയാണ് കേട്ടോ. എന്നിട്ട് അമ്പിളി പറയാം, അതല്ല അച്ഛാ, മഞ്ചാടിയെ കാണാനില്ലല്ലോ, അപ്പോൾ പിന്നെ ദാസാറ് കൂടി മുന്നിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു, അതിനെക്കുറിച്ച് പറഞ്ഞതാണെന്ന് പറയട്ടെ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ സ്റ്റേഷനിൽ പരാതി കൊടുത്തതല്ലേ, ഇനി ജീവൻ രാജിൻ്റെ ആളുകളായിരിക്കും മഞ്ചാടിയെ സംരക്ഷിക്കുന്നുണ്ടാവുക. അപ്പോൾ പോലീസുകാർ തന്നെ ജീവൻ രാജിനെ കൊണ്ട് അത് പറയിപ്പിച്ചുള്ളൂ. ഇനിയിപ്പോൾ ഇതുവരെയും അവൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ തന്നെ സ്റ്റേഷനിൽ പോയി അവനോട് നേരിട്ട് ചോദിച്ചോളാം, അപ്പോൾ എന്നോട് അവൻ പറയാതിരിക്കില്ല എന്ന് പറയുമ്പോൾ അമ്പിളി വീണ്ടും അങ്ങ് പതറുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും രഘു കൂടി അവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അമ്പിളി പറയണ, അച്ഛൻ വെറുതെ സ്റ്റേഷനിലേക്കൊന്നും പോവാൻ നിൽക്കണ്ട, മഞ്ചാടി മോൾ എവിടെയുണ്ടെങ്കിലും ഇനി എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും, അച്ഛൻ വെറുതെ ടെൻഷൻ ആവണ്ട എന്ന് പറയട്ടോ. അപ്പോഴാണ് അവിടേക്ക് ജീവരാജിൻ്റെ അച്ഛനും അമ്മയും വരുന്നു കേട്ടോ. എന്നിട്ട് മാഷെ, അനന്തം മാഷെ എന്ന് പറഞ്ഞ് അവർ വിളിക്കുകയാണ്. അപ്പോൾ മാഷും അനുപമയും ആരാണാവോ ഈ രാവിലെ തന്നെ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നോക്കുന്നത്. എന്നിട്ട് അനുപമ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവരെ കാണുമ്പോൾ അനുപമ പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്താ നിങ്ങളിവിടെ, നിങ്ങളെന്താ രാവിലെ തന്നെ എന്ന് ചോദിക്കുമ്പോൾ മാഷുണ്ടോ ഇവിടെ, മാഷിനെ ഒന്ന് കണ്ടൊന്ന് സംസാരിക്കാനാണെന്ന് പറയട്ടെ. അപ്പോഴത്തേക്കും മാഷ് പുറത്തേക്ക് വരികയാണ്. എന്താ നിങ്ങൾ ആ ജീവൻ രാജിൻ്റെ അച്ഛനും അമ്മയും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ, നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ ജീവൻ രാജിൻ്റെ അച്ഛനും അമ്മയും പറയണം, നിങ്ങളുടെ മോനെ ഒന്ന് രക്ഷിക്കണം മാഷ്, അല്ലെങ്കിൽ പോലീസുകാർ അവനെ തല്ലിക്കൊല്ലും എന്ന് പറയുമ്പോൾ മാഷ് പറയണ, ആദ്യം അവൻ എൻ്റെ മോൾ എവിടെയുണ്ടെന്ന് പറയട്ടെ, എന്നതിൻ്റെ ശേഷം നിങ്ങളുടെ മോനെ രക്ഷിക്കാമെന്ന് പറയുമ്പോൾ എന്താ ഈ പറയുന്നത്, ഞങ്ങളുടെ വീട്ടിൽ നിന്നും മഞ്ചാടിയെ നിങ്ങളുടെ മൂത്ത മോളടക്കം ചേർന്നല്ലേ പിടിച്ചോണ്ട് പോയത് എന്ന് പറയുമ്പോൾ അമ്പിളിയൊക്കെ അവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതോടുകൂടി അവരൊക്കെ അങ്ങ് പതറി നിൽക്കാൻ കേട്ടോ. അപ്പോൾ അമ്പിളിയെ അനന്തം മാഷ് ഒന്ന് നോക്കുകയാണ്. അപ്പോൾ അമ്പിളി പേടിയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ജീവൻ രാജിൻ്റെ അച്ഛൻ മാഷിനോട് എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ്. മഞ്ചാടിയെ അവരുടെ കൂടെ വിട്ടയക്കാൻ സഹായിച്ചാൽ ജീവൻ രാജിന് ഒരു കുഴപ്പവും വരില്ല എന്നാണ് ദാസാറും നിങ്ങളുടെ മക്കളും അടക്കം എല്ലാവരും പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവർ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്തത്. എന്നിട്ടും നിങ്ങൾ ഞങ്ങളോട് വിശ്വാസവഞ്ചനയല്ലേ കാണിച്ചത്? എന്ത് ചതിയാണ് അവർ ചെയ്തത് എന്ന് മാഷ് ചോദിക്കുമ്പോൾ ജീവൻ രാജിൻ്റെ അച്ഛൻ പറയണേ, എൻ്റെ മോനെ പോലീസുകാർ പിടിച്ചോണ്ട് പോയി മഞ്ചാടിയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നും പറഞ്ഞ് അവനെ തല്ലിച്ചതക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ എത്ര അവരോട് പറഞ്ഞിട്ടും അവർ വിശ്വസിക്കുന്നില്ല. മഞ്ചാടിയെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോയ ശേഷമാണ് ദാസാറ് പോലീസിനോട് എൻ്റെ മോനാണ് ഇതിൻ്റെ പിറകിലെന്ന് പറഞ്ഞ് വെറുതെ അവനെ പിടിച്ചോണ്ട് തല്ലിച്ചതയ്ക്കുന്നത്. നിങ്ങളുടെ മകൻ ഇനി ഒന്നിനും
അങ്ങനെ വരില്ല എന്നുള്ളത് ഞങ്ങൾ വാക്ക് കൊടുത്തതാണ്. എന്നിട്ട് പോലും ഞങ്ങളുടെ മകനോട് ഇങ്ങനെ ചെയ്തത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ മാഷ് പറയണേ എനിക്കറിയില്ല, എനിക്ക് ഒന്നും അറിയില്ല എന്നും പറഞ്ഞ് അമ്പിളിയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് അമ്പിളിയോട് ചോദിക്കുകയാണ്, ഞാനിപ്പോൾ ഈ കേട്ടത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അമ്പിളി പേടിയോടുകൂടി പതർച്ചയോടുകൂടി പറയാട്ടോ, നിന്നോടാണ് പറഞ്ഞത്, സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ അച്ഛ, മഞ്ചാടി ദാസാറിൻ്റെ വീട്ടിലുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ അനുപമയോട് ചോദിക്കുകയാണ്, നിനക്ക് ഇക്കാര്യം അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി പറഞ്ഞിട്ട് എനിക്ക് അറിയാം എന്ന് അനുപമയും പേടിയോടുകൂടി പറയട്ടോ. അങ്ങനെ ദാസാറ് ജീവൻ രാജിൻ്റെ അച്ഛനോടും അമ്മയോടും പറയണേ, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഇനി എൻ്റെ മോളെ കാണാത്തതിൻ്റെ പേരിൽ പോലീസുകാർ ജീവൻ രാജിനെ തൊടില്ല, അത് ഈ അനന്തമാഷ് തരുന്ന വാക്കാണ് എന്ന് പറയട്ടോ. അപ്പോൾ ജീവൻ രാജിൻ്റെ അച്ഛനും അമ്മയും പറയുന്നുണ്ട്, ഞങ്ങളുടെ മോനെ ഞങ്ങൾക്ക് ജീവനോടെ ഒന്ന് തിരിച്ചു തന്നാൽ മതി, ഞങ്ങൾ അവനെയും കൂട്ടി ഈ നാട്ടിൽ നിന്നും എവിടേക്കെങ്കിലും പോയിക്കോളാം എന്ന് പറയണേ. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഈ മാഷ് തരുന്ന വാക്കാണ്, ഇനി ജീവൻ രാജിനെ പോലീസുകാർ ഉപദ്രവിക്കില്ല, നിങ്ങൾ ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോയിക്കോളൂ, ഞാൻ ഇപ്പം തന്നെ സ്റ്റേഷനിലേക്ക് പോവുകയാണ്, എൻ്റെ മക്കളും എൻ്റെ ബന്ധുക്കളും ചെയ്തതിന് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു, ഈ അനന്തമാഷ് ഒന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു, ഇനി എല്ലാം അറിഞ്ഞുകൊണ്ട് ഈ അനന്തമാഷ് ഇറങ്ങാൻ പോവുകയാണ്, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം, നിങ്ങൾ ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോയിക്കോ എന്നും പറഞ്ഞ് ജീവൻ രാജിൻ്റെ അച്ഛനെയും അമ്മയും പറഞ്ഞയക്കാം കേട്ടോ. എന്നിട്ട് മാഷ് മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ ഉറപ്പിച്ച് തീരുമാനിച്ച ശേഷം അമ്പിളിയെയും അനുപമയും ദേഷ്യത്തിലൊന്ന് നോക്കിയിട്ട് മാഷും സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഈ സമയം ഇന്ദ്രനും സത്യനും സോനയും ശ്യാമും ഒക്കെ കൂടി സംസാരിക്കുകയാണ് സുശീലയെക്കുറിച്ച്. അപ്പോൾ ഡോക്ടറെ കാണിച്ച് എന്തു പറഞ്ഞു എന്നുള്ള കാര്യമൊക്കെ സത്യൻ ചോദിക്കുമ്പോൾ അത് അമ്മയ്ക്ക് ചെറിയൊരു BP പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്, പിന്നെ ഭക്ഷണമൊന്നും അമ്മ കൃത്യമായിട്ട് കഴിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ സോന പറയണ, അമ്മ ഇപ്പോൾ ചെറിയ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ, അമ്മ കഴിച്ചാലല്ലേ അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെടൂ, അതിന് അമ്മ തന്നെ വിചാരിക്കണം എന്നൊക്കെ പറയട്ടെ. അപ്പോൾ ശ്യാമ പറയണ, അങ്ങനെയല്ല സോനെ, കുറച്ച് പ്രായം കഴിഞ്ഞാൽ അച്ഛനമ്മമാരെ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ നോക്കേണ്ടി വരും, അവർ ചിലപ്പോൾ കഴിച്ചില്ല എന്നൊക്കെ വരുമ്പോഴും നീ നല്ലതുപോലെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുമ്പോഴാണ് ഇത് കേട്ടോണ്ട് സുശീല വരുന്നത്. അപ്പോൾ സുശീലയാണെങ്കിലോ ഇതൊക്കെ കേൾക്കുമ്പോൾ നേരെ വിപരീതമായിട്ടാണ് എടുക്കുന്നത്. പിന്നെ അങ്ങനെ ആരും രോഗിയാക്കാനൊന്നും നോക്കണ്ട, ഈ സുശീലയെ അതിന് കിട്ടില്ല, സുശീല എന്നും ഒരുപോലെ തന്നെയായിരിക്കും, പിന്നെ ഈ സുശീല ഒരിയായി കിടക്കത്തൊന്നുമില്ല, അത് കിടക്കത്തേ ഉള്ളൂ, അല്ലാതെ കിടന്ന് ചാവത്തില്ല എന്ന് പറയട്ടോ. അത് കേൾക്കുമ്പോൾ ശ്യാമ പറയണം, ദൈവം അമ്മയെ അതിന് സഹായിക്കട്ടെ, ഞങ്ങളും അതിന് പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞ് ശ്യാമും സോനയും സത്യനും അങ്ങ് അകത്തേക്ക് പോവാട്ടോ. എന്നിട്ട് സുശീല ഇന്ദ്രനോട് പറയണം, നീ എന്തിനാ എൻ്റെ കാര്യങ്ങളൊക്കെ അവരോട് പറയാൻ പോകുന്നത്, എനിക്ക് നീ മാത്രം മതി, എനിക്ക് അവരുടെ ഔദാര്യത്തിലൊന്നും ജീവിക്കാനുള്ള ഗതികേട് വരുത്തരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന, അതല്ല അമ്മ, അവർക്കും അമ്മയുടെ കാര്യത്തിൽ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ വേണ്ടേ എന്ന് പറയുമ്പോൾ വേണ്ട, അവർക്ക് ആർക്കും എൻ്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തവും വേണ്ട, എനിക്ക് നിന്നെ മാത്രം മതി, അല്ല നമുക്ക് സ്റ്റേഷനിലേക്ക് പോവണ്ടേ, മഞ്ചാടിയെയും കൂട്ടി വരുന്നില്ല അമ്മേ, അത് കൂടുതൽ പ്രശ്നമാവും എന്ന് പറയുമ്പോൾ ഇല്ല, നീ വരണം, കാരണം നീ ഒരു പെണ്ണിൻ്റെ ജീവനും മാനവും ആണ് രക്ഷിച്ചത്, അത് നിനക്ക് എല്ലാവരുടെയും മുന്നിൽ തല ഉയർത്തി പറയാനും കഴിയും, അപ്പോൾ നിനക്ക് വീണ്ടും തിരിച്ചു വരാനുള്ള ഒരു അവസരം ദൈവമായിട്ട് തന്നിരിക്കുകയാണ്, അത് നീ മുതലാക്കുക തന്നെ വേണം, നീ പോയി ഡ്രസ്സ് മാറി വാടാ എന്ന് പറഞ്ഞ് സുശീല ഇന്ദ്രനെയും കൂട്ടി സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അടുത്ത എപ്പിസോഡിൽ പോലീസുകാർ വീണ്ടും ജീവൻ രാജിനോട് ചോദിച്ചറിയുകയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ജീവൻ പറയണേ, ഇല്ല ഞാൻ പറയുന്നതെല്ലാം സത്യമാണ്, മഞ്ചാടിയെ അവളുടെ വീട്ടുകാർ തന്നെയാണ് കൊണ്ടുപോയത്, ദാസാറും ശബരിയും വിനയനും കൂടി ചേർന്നാണ് കൊണ്ടുപോയത്, എന്നെ വീട്ടുതടങ്ങളിലാക്കിയിട്ടാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ പറയണേ. അപ്പോഴത്തേക്കും അവിടേക്ക് അനന്തമാഷ് എത്താണ്. എന്നിട്ട് കാര്യങ്ങളൊക്കെ പോലീസിനോട് പറയട്ടോ. അപ്പോൾ അമ്പിളിയും അനുപമയും രഘുവൊക്കെ ഉണ്ടാവും. അങ്ങനെ മാഷ് കാര്യങ്ങളൊക്കെ പോലീസിനോട് പറയാണ്, എൻ്റെ മകൾ ദാസാറുടെ വീട്ടിലുണ്ട്, ഞാൻ അറിയാതെയാണ് ഇവരിതൊക്കെ ചെയ്തത് എന്നുള്ള കാര്യമൊക്കെ പോലീസിനോട് പറയട്ടോ. അങ്ങനെ ജീവനെ സ്റ്റേഷനിൽ നിന്നും പുറത്തിറക്കാൻ വേണ്ടി പറയാണ്. സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങുന്ന സമയത്താണ് അവിടേക്ക് മഞ്ചാടിയും ഇന്ദ്രനും സുശീലയും കൂടി അവിടേക്ക് വരുന്നത്. അപ്പോൾ മഞ്ചാടിയെ കാണുന്ന സമയത്ത് മാഷാകെ അന്തം വിടുകയാണ് കേട്ടോ. അമ്പിളിയും അനുപമയൊക്കെ ഇവരുടെ കയ്യിൽ എങ്ങനെ മഞ്ചാടി എത്തി എന്നുള്ള ഭാവത്തിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ പോലീസിന്റെ മുന്നിൽ വെച്ച് പറയട്ടോ. അനുപമ മഞ്ചാടിയോട് പറയണേ, മോളെ നീ നമ്മുടെ അച്ഛൻ്റെ വിഷമം കണ്ടില്ലേ, ഇപ്പോൾ നീ ജീവൻ രാജിൻ്റെ വീട്ടിലേക്ക് പോകരുത്, സമയമാകുമ്പോൾ നിങ്ങളുടെ വിവാഹം അച്ഛൻ തന്നെ നടത്തി തരും, ഇപ്പം നീ അച്ഛൻ്റെ കൂടെ പോവണമെന്ന് പറയുമ്പോൾ മഞ്ചാടി പറയണേ, ഇല്ല എനിക്ക് നിങ്ങളെ ആരെയും വിശ്വാസമില്ല, ഞാൻ ജീവൻ രാജിൻ്റെ കൂടെ ജീവൻ്റെ വീട്ടിലേക്ക് തന്നെ ഞാൻ പോവും എന്ന് പറയട്ടോ. അത് കേൾക്കുമ്പോൾ മാഷ് അങ്ങ് പൊട്ടിക്കരയുകയാണ് കേട്ടോ. മഞ്ചാടിയിൽ നിന്നും ഇങ്ങനെ ഒരു പ്രതികരണം മാഷ് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ മാഷിൻ്റെ മുന്നിൽ വെച്ച് തന്നെ ജീവൻ്റെ കൂടെ മഞ്ചാടി പോകുന്നത് കാണുമ്പോൾ മാഷിന് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ സുശീലയ്ക്ക് ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ. അങ്ങനെ മാഷ് മക്കളുടെ മുന്നിൽ തോറ്റു പോകുന്നല്ലോ എന്നുള്ള സന്തോഷത്തോടു കൂടി അഹങ്കാരത്തോടു കൂടിയാണ് സുശീല ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നത്.